തിരുവനന്തപുരത്ത് യുവതിയെ അടിച്ചു കൊന്നു എന്നാണ്. മണ്ണന്തലയിലാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. പോത്തൻകോട്ടെ ഷഹീനയാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ സംഷാദും സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലായി. കൂടുതൽ വിവരങ്ങൾ എന്ത് കാരണത്താലാണ് ഈ നഗ്നമായ കൊലപാതകം അരങ്ങേറിയത് എന്നറിയാൻ ഷബീദ് റാവുത്തർ ഈ സംഭവ സ്ഥലത്തു നിന്നും തത്സമയം ചേരുകയാണ്. ഷബീദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഈ സഹോദരിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണല്ലോ വാർത്ത, വിവരം? ഇപ്പോൾ ഈ കൊലപാതകം നടന്ന അപ്പാർട്ട്മെൻറ്റിലുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവിടെ പോലീസ് കാവലുണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിൽ. ഇവിടെയാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. ഷബീദ്, കേൾക്കാൻ കഴിയുമോ വിവരങ്ങൾ? ഷബീദ്, കേൾക്കാൻ കഴിയുമോ? എന്താണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന അപ്ഡേറ്റ് ഈ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള? യുവതിയെ അടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണല്ലോ നമുക്ക് ലഭിച്ചിട്ടുള്ള വാർത്ത. മണ്ണന്തലയിൽ നടന്ന ഈ സംഭവത്തിന് കാരണമായത് എന്താണ്? സംഷാദ് ഈ കൊലപാതകം ചെയ്യാൻ എന്താണ് റീസൺ, പറയൂ. ഓക്കെ, ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അല്പസമയത്തിനകം ഷബീദ് റാവുത്തറിന് തത്സമയം നമുക്ക് ഒപ്പം ചേരാൻ കഴിയുമെന്നാണ് വിശ്വാസം. മണ്ണന്തലയിലെ ഈ അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ ഇപ്പോൾ ഷബീദ് റാവുത്തർ ഉണ്ട്. പക്ഷേ നമുക്ക് സാങ്കേതികമായി ഷബീദുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. വലിയ താമസമില്ലാതെ ഷബീദുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ഈ പോത്തൻകോട്ടെ ഷഹീനയാണ് കൊല ചെയ്യപ്പെട്ടത്. യുവതിയുടെ സഹോദരൻ സംഷാദും സുഹൃത്തും ആണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കരുതുന്നു. ഷബീദ് റാവുത്തർ ചേരുകയാണ്. ഷബീദ്, വിവരങ്ങൾ? വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് അല്പസമയം മുൻപ് തിരുവനന്തപുരം മണ്ണന്തല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വരുന്നത്. പോത്തൻകോട് പന്തലക്കോട് സ്വദേശിയായിട്ടുള്ള ഷഹീന, 33 വയസ്സുകാരിയാണ്. അവരെയാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഈ അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ അപ്പാർട്ട്മെന്റിലേക്ക്, അതായത് ഈ മാസം 14-ാം തീയതിയാണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് ഷഹീനയും സഹോദരനായിട്ടുള്ള ശംഷാദുമായി ഇവർ വാടകയ്ക്ക് മുറിയെടുക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള PMS എന്ന് പറയപ്പെടുന്ന ദന്തൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു ഇവർ. അതിനുശേഷം ഇവരിങ്ങനെ ചികിത്സയിൽ തുടരുന്നു എന്നാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമയും കരുതിയിരുന്നത്. ഇന്ന് വൈകിട്ട് 5:30 മണിയോടുകൂടി ഷഹീനയുടെ മാതാപിതാക്കൾ ഈ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോഴാണ് രണ്ട് മുറികളിലായി ഇവർ സ്റ്റേ ചെയ്യുന്നത് കണ്ടതിൽ ഒരു മുറിയിൽ ഷഹീന ഈ തറയിൽ വീണ് കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് സംശയം തോന്നി ഇവർ തന്നെയാണ് മണ്ണന്തല പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഷഹീന കൊല്ലപ്പെട്ടു എന്നുള്ളതും കണ്ടത്. അതിനുശേഷം തൊട്ടപ്പുറത്തെ മുറിയിൽ ഉണ്ടായിരുന്നത് ശംഷാദിന്റെ സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖുമായിരുന്നു. ഇവർ രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ വിശാഖ് സഞ്ചരിച്ച ബൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശംഷാദിനെയും സുഹൃത്ത് വിശാഖിനെയും നിലവിൽ ഇപ്പോൾ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷഹീനയുടെ ശരീരത്തിലടക്കം മർദ്ദനമേറ്റ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു എന്ന് മാതാപിതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഈ ചികിത്സ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളടക്കം കൂടുതൽ വ്യക്തത തേടേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നു ആ ചികിത്സ, എന്തായിരുന്നു ആ സംഭവം, അതിനുശേഷം ഇവിടെ നടന്ന എന്താണ്, മാത്രമല്ല ഈ വിശാഖ് എങ്ങനെ ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി, എന്താണ് ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലേക്ക് കാരണമായ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കൂടാതെ നിലവിൽ ഇപ്പോൾ ഷഹീനയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ, ഷബീദ് റാവുത്തറാണ് മണ്ണന്തലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മണ്ണന്തലയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ യുവതിയെ അടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് വാർത്ത. സഹോദരനും ഒരു സുഹൃത്തും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അന്വേഷണം തുടരുകയാണ്.